ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് തോരനാണ്. അപ്പോൾ സദ്യക്ക് തോരനില്ലാതെ എന്തല്ലേ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുന്ന ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിന് 3 പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകം ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മളിവിടെ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഓണത്തിന് ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.